അവിടെ എന്താണ് നാം കണ്ടത്? ഇത്രയേറെ പ്രകാശം നാം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അതുപോലെ ആ രാജമകുടമോ? രാജമകുടത്തിൽ നിഴൽ കണ്ടത് എന്തുകൊണ്ടാണ്? നാം എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണോ? അഥവാ ഈ രൂപനഗരത്തിൽ നാശം സംഭവിച്ചാൽ നാം എന്താണ് ചെയ്യുക? നമ്മുടെ പിതാവിനെ കൊന്നുകളഞ്ഞു. അത് ചെയ്തത് മഹാരാജൻ വിക്രമദേവനാണ്. അത് അയാൾ ഈ രൂപനഗരത്തിലെ രാജാവായതുകൊണ്ടാണ്. അതുപോലെ ഈ രൂപനഗരത്തിലെ ഏറ്റവും സുന്ദരിയായ മാലാഖയാണ് നാം. എന്തു പറ്റി? ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ രഹസ്യമെങ്ങാനും പുറത്തു പോയിട്ടുണ്ടാകുമോ? ഇല്ല. ഇപ്പോൾ ആക്രമണം നടത്തിയില്ലെങ്കിൽ പിന്നീട് നമ്മുടെ പദ്ധതികളെല്ലാം പിടിക്കപ്പെടുന്നതാണ്. വിക്രമദേവൻ രൂപനഗരത്തിലെ രാജാവിന്റെ നാമം ഉദ്ഘോഷിക്കാൻ പോകും. അടുത്ത രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നതോടെ രൂപനഗരം ഇനിയും ശക്തി പ്രാപിക്കുന്നതാണ്. ഇല്ല 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 ഇല്ല. അതുകൊണ്ട് ഇനിയും കാത്തു നിൽക്കുന്നത് ഉചിതമായിരിക്കില്ല. ഇത് തന്നെയാണ് ശരിയായ സമയം. ഇനി രാജാവ് സിംഹാസനത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ ആക്രമണം നടത്തുന്നതാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പിശാചിന്റെ ദൂതനെ ലഭിക്കണം. അത് നമുക്ക് എപ്പോൾ ലഭിക്കുമെന്ന് പറയൂ. ഇപ്പോഴത് ലഭിക്കില്ല, എന്നാൽ ലഭിച്ചിരിക്കും. വളരെ വേഗം ലഭിക്കും. നന്നായി. അധികം വൈകാതെ നാം ഈ രൂപനഗരത്തിന് മേൽ ആക്രമണം നടത്തും. അതിനു മുമ്പ് ആ പിശാചിന്റെ ദൂതനെ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. നമ്മുടെ പുത്രൻ രാജാവായില്ല. നമ്മുടെ ലോകം പൂർണ്ണമായും തകർന്നു പോയി സഹോദര, പൂർണ്ണമായും തകർന്നു. നാം മനസ്സിലാക്കുന്നു സഹോദരി, നമ്മുടെ മകൻ രാജാവാകുകയാണെങ്കിൽ അവൻ എല്ലാം പരിഹരിക്കുന്നതാണ്. അവിടുന്ന് തെല്ലും വേദനിക്കരുത്. അവിടുത്തെ എല്ലാ ആഗ്രഹങ്ങളും നാം പൂർത്തീകരിക്കും. രൂപനഗരത്തിന്റെ രാജാവെന്ന നിലയ്ക്ക് നിനക്ക് അനേകം കടമകളുണ്ട്. കേവലം ഒരു വലിയ യോദ്ധാവും വീരനുമാകുന്നതുകൊണ്ട് നിനക്ക് നിന്റെ ശത്രുക്കളെ തോൽപ്പിക്കാനാവില്ല. ശുദ്ധമായ ചിന്തയും സ്വസ്ഥമായ ബുദ്ധിയും വേണം. നമ്മുടെ അയൽരാജ്യങ്ങൾക്ക് വേണ്ടിയും നീ ഒരു കാര്യം ഓർക്കണം. ഈ യുദ്ധം നീ എങ്ങനെയും ജയിച്ചേ മതിയാകൂ. നാം ജയിച്ചിരിക്കും. അവിടുന്ന് നമ്മിൽ വിശ്വാസമർപ്പിക്കും. നിനക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. നാം ആശീർവാദം നൽകുന്നു. മഹാരാജൻ വിക്രമദേവന്റെയും അനുഗ്രഹം നിന്റെ ശിരസിലുണ്ടാകും. നിനക്കറിയുമോ പുത്ര, മഹാരാജൻ വിക്രമദേവൻ ഈ പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തെ കേവലം സുരക്ഷിതമാക്കുക മാത്രമല്ല, മറിച്ച് അദ്ദേഹം ശത്രു രാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അമൃതജലവും സ്വന്തമാക്കിയിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം നേടിയെടുത്തത് എങ്ങനെയാണെന്നും നീ അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് പഠിക്കേണ്ടതുണ്ട് പുത്ര. നിന്റെ വലിയച്ഛൻ തന്നെയാണ് ഈ രാജ്യത്തെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവ്. വിക്രമദേവ മഹാരാജാവിന്റെ അനന്തരാവകാശി ആരാകണമെന്ന തീരുമാനമൊക്കെ നേരത്തെ കഴിഞ്ഞിരിക്കുന്നു. കുമാരന് ഇനിയും വളരെയേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇനി അതെല്ലാം നാം അവനെ പഠിപ്പിക്കുന്നതാണ്. ഇതുപോലെ പുരാതനമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ രാജ്യം സുരക്ഷിതമായിരിക്കുന്നത്. ഭീഷണി മുഴക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? മതിയാക്ക്. ഇത് സ്വീകരിക്കൂ. പ്രസാദം മഹാരാജാവിന്റെ ശുഭകാര്യത്തിന് വേണ്ടി നാം ഇന്ന് പൂജ ചെയ്തതാണ്. ഇത് സ്വീകരിച്ചാലും.
ഇളയമ്മ അവിടെ നിന്ന് താഴെ വീണത് എങ്ങനെയാ? സഹോദര, അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവോ? അയ്യോ, വലിയ മുറിവാണോ? ഇത്രത്തോളം ശ്രദ്ധയില്ലാതെ ആരാണ് നടക്കുന്നത്? വലിയ മുറിവുണ്ടോ? കാണിക്കൂ, എവിടെയാണ് മുറിവുണ്ടായത്? ജീവിതകാലം മുഴുവൻ നാം അദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം പ്രതികാരം ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ നാം എല്ലാം നിശബ്ദമായി സഹിച്ചുകൊണ്ടേയിരിക്കുന്നു. രാജവൈദ്യൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഔഷധം സേവിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് വരുന്ന 9 മാസങ്ങൾക്ക് ശേഷം ഒരു പുത്രന് ജന്മം നൽകുന്നതാണ്. ഇല്ല 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 ഇല്ല, നാം കഴിക്കില്ല. നാം ഈ ഔഷധം സേവിക്കില്ല. സന്താനങ്ങൾ ഭഗവാന്റെ ആശീർവാദമാണ്. അപ്പോൾ നാം ഈ ഔഷധം കഴിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങൾ കഴിച്ചേ മതിയാകൂ. ഈ ഔഷധം നിങ്ങൾ സ്വീകരിച്ചേ മതിയാകൂ. അനേകം നാൾ നാം കാത്തിരുന്നതാണ്. ഇനി അതിന് കഴിയില്ല. അഥവാ സന്താനത്തിന്റെ രൂപത്തിൽ നമുക്കൊരു പുത്രനെ നിനക്ക് നൽകാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവില്ലായിരുന്നു. അഥവാ ഈ ഔഷധം നീ കഴിച്ചില്ലെങ്കിൽ നമുക്ക് മറ്റൊരു മാർഗം കൂടിയുണ്ട്. നാം മറ്റൊരു വിവാഹം കൂടി കഴിക്കുന്നതാണ്. അവളിൽ നമുക്ക് സന്താനമായ ഒരു പുത്രനും ഉണ്ടാവും. അപ്പോൾ നീ നമ്മുടെ ദാസിയായി കഴിയേണ്ടി വരും. പറ, നമ്മുടെ ദാസിയായി നിൽക്കാൻ കഴിയുമോ? ഏയ്